മാനം മര്യാദയ്ക്ക് നടക്കുന്ന രേണുവിനെ പറ്റി ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് നിങ്ങളിങ്ങനെ പറയണത്? രേണു എന്ത് തെറ്റാണ് ചെയ്തത്? ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ, ഭർത്താവ് മരണപ്പെട്ടു പോയി, ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടയാണ്. ഒരു ജോലി ചെയ്യാൻ വയ്യ, ശരീരത്തിന് വയ്യ, സുഖമില്ല, രോഗിയാണ് രേണു. ആ രേണു ശരീരം അനങ്ങി ഒരു ജോലിയും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഡപ്പാങ്കുത്ത് കളിക്കുന്നു. ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാത്തത് കൊണ്ട് കുത്തിക്കളി കളിക്കുന്നു. ഇതിന് എന്തിനാണ് നിങ്ങളൊക്കെ ഇത്രയും പറയാൻ എന്തിരിക്കുന്നു? രേണു എന്ത് ചെയ്താലും കുറ്റം. അപ്പോഴേ വീഡിയോ ചെയ്യും, രേണു അത് ചെയ്ത് ഇത് ചെയ്ത്, രേണു ടോയ്ലറ്റിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് മെനക്കെട്ടിരുന്ന് വീഡിയോ ചെയ്യാൻ കാണാനേ ഉള്ളൂ. അത് മാനം മര്യാദയ്ക്കല്ലേ അത് വീഡിയോ ചെയ്യണത്? അത് എന്ത് തെറ്റാണ് നിങ്ങളടുത്ത് ചെയ്തത്? കമൻറ്റിലൂടെ തന്നെ ഒരുപാട് പേര് പറയും, അത് വിധവയല്ലേ, ജീവിച്ചോട്ടെ ജീവിച്ചോട്ടെ, നിങ്ങളൊക്കെ കൊടുക്കോ രേണുവിന്? നിങ്ങൾ കൊടുക്കോ? നിങ്ങളൊക്കെ കൊടുക്കുമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, രേണുവിന് പല്ല് വയ്ക്കാനായിട്ട് 4 ലക്ഷം വേണം, കണ്ണിനകത്ത് കണ്ണ് മിനുക്കാനായിട്ട് 2 ലക്ഷം വേണം, ഒരു ദിവസത്തെ വരുമാനമാണ്. പിന്നെ മുഖം മിനുക്കാനായിട്ട് അതിനും വേണം 2 ലക്ഷം. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതിൻ്റേതായ രീതിക്ക് മസാജ് ചെയ്യാനും എല്ലാത്തിനും വേണം. ഒരു ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുമോ 10 ലക്ഷം രൂപ കൊടുക്കാൻ? കൊടുക്കുമോ? എങ്കിൽ കൊടുക്കി നിങ്ങൾ. ആ കുട്ടി പെടാപ്പാടുപെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടാണ് 2-3 കാളകളൊക്കെ തീറ്റി പോറ്റണ. കണ്ടില്ലേ അഭിനയിക്കുമ്പോൾ കുത്തി ഇറക്കി കൊടുക്കണ? ഇപ്പുറത്തിരുന്നോണ്ട് ഇങ്ങോട്ട് കുത്തി ഇറക്കി കൊടുക്കണം, അപ്പുറത്തിരുന്നോണ്ട് അങ്ങോട്ട് കുത്തി ഇറക്കി കൊടുക്കണം, അതിൻ്റെ അപ്പുറത്തിരുന്നോണ്ട് അണ്ണാക്കിലോട്ട് കുത്തി ഇറക്കി കൊടുക്കണം. 3 കാളകളെയൊക്കെ പോറ്റണ്ടേ? 2-3 കാളകളെ പോറ്റണമെന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പാടാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മാന്യമായ രീതിക്കാണ് നടക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് കാണാം. ഞാൻ തോന്നിവാസം കണ്ടത് തോന്നിവാസത്തിനുള്ള വഴി കൂടെ അല്ല ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് എനിക്കറിയാവുന്ന ജോലി, നാടകമാണേലും ആൽബം ആണേലും റീലാണെങ്കിലും ഇനോഗ്രേഷൻ ആണേലും പ്രൊമോഷൻ ആണെങ്കിലും അന്തസ്സായിട്ട് ചെയ്ത് പകൽ വെട്ടത്ത് ചെയ്താണ് ഞാൻ പൈസ മേടിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ വേണ്ടാത്ത രീതിയിൽ ഞാൻ ഇന്നുവരെ പൈസ ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെ ഒരു ആളുമല്ല ഞാൻ. മാന്യമായ രീതിക്ക് ഷോർട്ട് ഫിലിമും ചെയ്ത്, നാടകവും ചെയ്ത്, ഇനാഗ്രേഷനും ചെയ്ത്, ആൽബവും ചെയ്താണ് കുട്ടി പണം ഉണ്ടാക്കണത്. പിന്നെ ഇത്തിരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ അടിച്ച് ഇങ്ങനെ കളിക്കും. അതിനൊന്നും ഇത്തിരി എന്തരാണ് അല്ല, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ കാണിച്ചെന്നും പറഞ്ഞ് എന്താണ് സമ്പാദിക്കണത്? ഓരോരുത്തരും ഒരിക്കൽ സിനിമയിൽ കാണിക്കണില്ലേ എന്ന്. പിന്നെ സിനിമയിൽ കാണിക്കണില്ലേ? അതൊക്കെ നിങ്ങൾക്കൊന്ന് സഹിച്ചൂടെ? രേണു എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കും. അപ്പോൾ രേണുവിന് പകൽ വെളിച്ചത്തിലാണ് രേണു പിടിയും വലിയും നടത്തി പണം ഉണ്ടാക്കണേന്ന് പറയുന്നുണ്ട്. ഇപ്പം പകൽ വെളിച്ചത്തിലാണ് പിടിച്ചാലും വലിച്ചാലും, പകൽ വെളിച്ചത്തിലല്ലേ, രാത്രിയിലല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് രാത്രിയിലുള്ള ഒരു വേല കാണാം. നിങ്ങളൊന്ന് നോക്കണേ, ഇത് പകലാണാ രാത്രി ഇരുട്ടിൻ്റെ മറവിലാണാ എന്നുള്ളത് നിങ്ങൾ പറയണം. എനിക്ക് കണ്ടിട്ട് ഇത് പകലായിട്ടാണ് തോന്നണത് കേട്ടാ. ഇത് ഏത് സാധനത്തിൻ്റെ കൂടെയാണെന്ന് അറിയാൻ വയ്യ. ഈ സാധനം മേനക്കെട്ട് എന്തോന്ന് ഏതാ ആൽബം? മുതുക്കി പെണ്ണും കള്ളും കുപ്പി. മുതുക്കി അമ്മയും കള്ളും കുപ്പി. അതിൽ കിടന്ന് കാണിച്ചു കൂട്ടണത് ഒന്നും പറയണ്ട. 3 തറകളും കൂടെ. അപ്പം നമുക്ക് ഇതൊന്ന് കാണാം. ഇത് പകൽ വെളിച്ചമാണ്, രാത്രി എന്ന് ആരും പറയരുത്. എല്ലാവരും കൂടി റൂമിനകത്തൊക്കെ നിൽക്കുന്നുണ്ട്. കാളയായ യവൻ, കാള, അവനും ഈ മുതുക്ക അമ്മച്ചിയും കൂടെ അവരൊക്കെ വെളിയിൽ, അവർക്കവിടെ എന്തൊക്കെയോ പരിപാടികൾ. അപ്പം അതിൻ്റെ ഇടയിൽ അവിടെ ആരോ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് കയറി ഓടണം. അപ്പം ഇതൊക്കെ പകൽ വെളിച്ചമാണ് കേട്ടോ, രാത്രിയല്ലേ.
അപ്പം അവൾ പറയണത് പകൽ വെളിച്ചത്തിലാണ് ഇതെല്ലാം നടക്കണേന്നാണ് പറയണത്. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് അധ്വാനിക്കാൻ വയ്യ, എൻ്റെ തൊഴിലിതാണ്, എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ, ശരീരം കൊണ്ട് ഒന്നിനും വയ്യ. ഇതാവുമ്പോൾ ശരീരം അനങ്ങണ്ടല്ലോ. തൊഴിലുറപ്പിനൊന്നും പോവാൻ പിന്നെ ശരീരം വയ്യ, കിളയ്ക്കാനും വെട്ടാനൊന്നും വയ്യ. തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി എൻ്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. പിന്നെ കുറ്റം പറയുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കും. തൊഴിലുറപ്പ് ചെയ്യണത് നാണക്കേടാണെടി. തൊഴിലുറപ്പ് നിനക്ക് വേറൊന്നും വേണ്ടല്ലോ. നിന്നെ സ്റ്റാർ മാജിക്കിൽ അവർ നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞില്ലേ? വേറെ എന്തൊക്കെയോ നല്ല നല്ല ബാങ്കിലോ എന്തൊക്കെയോ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് അതൊന്നും പറ്റൂല, എനിക്കതൊന്നും വേണ്ട. പിന്നെ പുള്ളിക്കാരിയുടെ ഒരേ ഒരു ഇതെന്ന് വെച്ചാൽ സ്ത്രീകളുമായിട്ട് കണക്ഷനില്ല. അവരൊന്ന് ശരീരത്ത് തൊടേ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല പുരുഷന്മാർ. അവർ പുരുഷന്മാരെ വിട്ട ഒരു കളിയേ ഇല്ല. അപ്പം നോക്കേക്കാം. അത് എന്നെ വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നതല്ലേ. റീച്ച് ഇല്ലാത്ത കുറേ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞു. അത് നീ കാണിക്കുന്ന നിന്റെ കോപ്രായങ്ങൾക്കല്ല ആളുകൾ എടുത്തു വെച്ച് പറയണത്. അത് പറയണതും തെറ്റാണല്ലേ. നീയല്ലേ നെഗറ്റീവ് കമൻ്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ നടക്കണത്. രേണു അല്ലേ? രേണു അല്ലെന്ന് പറയാൻ പറ്റുമോ? രേണു ഒരു ആൽബം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമാ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഏതോ ആൽബം ആണെന്ന് തോന്നുന്നു. എന്തൊരു മുതുക്കിപ്പെണ്ണും അങ്ങനെ എന്താ കള്ളും കുപ്പി, മുതുക്കി പെണ്ണും കള്ളും കുപ്പി, എന്തരാ കുന്തറാണ്ട. അപ്പം അത് പിടിക്കണത് അതിൻ്റെ ഓരോ ഭാഗവും എന്തുകൊണ്ട് നീയല്ലേ പറഞ്ഞത് പോസ്റ്റ് ചെയ്യിച്ചത്? ഒരു ശകലം ഒന്ന് അങ്ങോട്ട് എടുക്കും, ആ 3 അവന്മാരും കൂടെ കിടന്ന് നിന്റെ ചന്തിക്കിട്ടടിക്കണതും നിന്നെ ഇട്ട് ഉപയോഗിക്കണ രംഗങ്ങൾ നീ അപ്പഴി തന്നെ ഇട്ടില്ലേ? മൊത്തത്തിൽ അതൊക്കെയോ മീഡിയയ്ക്ക് നീ അയച്ചു കൊടുത്തില്ലായിരുന്ന ഓരോരോ ഭാഗങ്ങൾ അവന്മാർ നിന്നെ ഇട്ട് ഉപയോഗിക്കുന്ന ഓരോരോ രംഗങ്ങൾ നീ അയച്ചു കൊടുത്തില്ലേ? അപ്പോൾ അതിനൊക്കെ ആളുകൾ പറയണ എന്തോന്നാണ്, അവൾ വിധവയാണ്, പിന്നെ സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കൂലേ എന്ന്. സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭിനയിക്കുമോ? അത് കണ്ടിട്ടാണ് വിലയിരുത്തുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന രേണുവിൻ്റെ ഭർത്താവ് മരിച്ചുപോയ ആ ഭർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള രംഗങ്ങൾ അഭിനയിച്ചില്ല? രേണു സഹിക്കുമായിരുന്ന അയാളാണ് ഇങ്ങനെ അഭിനയിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും 2-3 സ്ത്രീകളെ വെച്ചിട്ട് അവരെ എടുത്തിട്ട് അവിടെയും പിടിച്ച് ഇവിടെയും പിടിച്ച് ഇതേ കണക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവന്മാർ ഈ കോഴികൾ കാണിച്ച ആ രംഗങ്ങൾ സുധിയാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രേണു എന്തായിരിക്കും പ്രതികരിക്കും? നാളെ തൊട്ട് ചേട്ടൻ പോണ്ട, നമുക്ക് വീട്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ചെയ്യുക എന്നല്ലേ പറയുള്ളായിരുന്നു. പക്ഷെ അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നീ ഇത് ഇല്ലായിരുന്നു. പക്ഷെ അയാൾ മരിക്കാൻ കാത്തിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് രേണു. ബാക്കി കേൾക്കാം. പിന്നെ പറ്റൂല. ഇരുന്ന് തലയും മുഖമൊക്കെ മിനുക്കണേൻ്റെ ഇടയിലാണ് ഈ തൊഴിലുറപ്പിൻ്റെ കാര്യം പറയണത്. ഇവർക്ക് ഒരു ദിവസം 10 ലക്ഷം രൂപ വേണം. ഈ ആളുകൾ പറയുമല്ല, രേണുവിന് നിങ്ങളെല്ലാവരും ഈ പറയണ ഒരു ആഹാരം കൊടുക്കുമെന്ന്. രേണു എന്താണ് ചെയ്യണത്? രേണുവിന് ഒരു ദിവസം 10 ലക്ഷം രൂപ രേണുവിന് വേണം. ഓരോരുത്തരും ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ആ വീട് സുഖമായിട്ട് കഴിഞ്ഞു പോവും. 500 വേണ്ട. തൊഴിലുറപ്പ് നാണക്കേട്. തൊഴിലുറപ്പിന് പോയാൽ തൊഴിലുറപ്പിൻ്റെ കാര്യം എടുത്തിട്ടാണ്ട. തൊഴിലുറപ്പിന് പോയാൽ 325 ഇട്ടു. ഇതാകുമ്പം നിന്നെ അവിടെ ഇട്ട് അവന്മാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചോദിക്കണ പണം കിട്ടും. നീ പറയണല്ലോ പകൽ വെളിച്ചത്തിലാണ് നീ ഇതെല്ലാം കാണിക്കുന്നത്, രാത്രി വെളിച്ചത്തിലല്ലേ നേരത്തെ കണ്ടത്. ഇപ്പം ബാക്കിയേക്കാം. ഇപ്പം മുഴുവൻ മുക്കിലും മൂലയിലും അല്ല രേണുസുധിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനെന്തിനാ അവർക്കൊരു വ്യൂസ് കൊടുക്കുന്നത്? സോ മുക്കിന് മൂലയിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരും അല്ലാതെ നീ കാണിച്ചു കൂട്ടിയതല്ല ആളുകൾ എടുത്തു വെച്ച് പറയണതല്ലേ. നീ മാന്യമായ രീതിക്ക് നീ ഏതായിരുന്നാലും ഇട്ട് വയ്ക്കാണ്, ആൽബം ആയിരുന്നാലും ഏതൊരു രീതിക്ക് ഇട്ട് വയ്ക്കുകയാണ്. ജനങ്ങൾ കൂടുതൽ നിന്നെ ഇഷ്ടപ്പെടേ ഉള്ളൂ. അല്ലാതെ നീ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് നിനക്ക് വല്ല ഉപയോഗമുണ്ടോ? ഇത് അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറഞ്ഞ കണക്കാണ് രേണുവിൻ്റെ അവസ്ഥ. രേണു നോക്കിക്കോ, ഉടനെ തന്നെ രേണുവിൻ്റെ തീ അണയും. രേണു
ഇത് ഉടനെ തന്നെ അണയും, അത് ഉറപ്പാണ്. ഈ പണമൊന്നും എന്നും നിലനിൽക്കൂല. സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ കുട്ടിയെപ്പോലും രേണുവിന് ഒരു മകനുണ്ട്, മറ്റത് അവളെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ളത്. എന്നാലും ഈ ഒരു കുട്ടിയുണ്ട്, ആ ഒരു കുട്ടിയെപ്പോലും രേണു നോക്കിയാവട്ടെ, അതിനെ ഒന്ന് കുളിപ്പിക്കുക, അതിനൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, അതിനൊരു നേരത്തെ ആഹാരം വാരി കൊടുക്കാനാ നിനക്ക് സമയമുണ്ടോ? നീ മുതുക്ക് കാളയൊക്കെ ഇരുന്ന് വാരി കൊടുക്കുമല്ല, 2-3 കാളകള അപ്പുറം ഇപ്പുറം ഇട്ട് നിക്കറും ഇട്ടുകൊണ്ട് ഇരുത്തിയിട്ട് വാരി കൊടുക്കുമല്ല നീ മദ്യത്തിരുന്നും കൊണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടണത്? ോട് ഞാൻ എന്ത് പറയാനാണ്? അവരെന്നെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നു, അവര് എന്താ പറയാ ആഹാരം കഴിക്കുന്നു, സന്തോഷം. നീയാണ് നെഗറ്റീവ് കമൻറ്റിലൂടെ കാശുണ്ടാക്കണത്. നെഗറ്റീവ് കമൻറ്റ് ജനങ്ങൾ നീ കാണിക്കുന്ന വേലകൾ, ഏപ്പടം പോലെയുള്ള ഇതുകൾ പിടിച്ച് അത് കാണാനായിട്ട് ആളുകൾ ഇരുന്ന് അതിൽ നെഗറ്റീവ് ഇടും. ആ നെഗറ്റീവ് കിട്ടാനാണ് നീ ഇരിക്കണം. നീ വിചാരിക്കണം നെഗറ്റീവിനെക്കാട്ടിയും പോസിറ്റീവ് കമൻറ്റിനാണ് വിലയെന്നുള്ളത് മനസ്സിലാക്കിക്കോരെയാണ്. വെറുത്ത് നിന്നെ ജനങ്ങൾ വെറുത്ത് ഇങ്ങനെ ആയി നിന്നെ. നീ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കാറി തുപ്പിയെന്നിരിക്കും. നിനക്കൊരു മകനുണ്ടല്ലോ, ആ മകൻ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത്, സ്കൂളിൽ പോണ സമയത്ത് അത് കുറച്ചുകൂടെ ഒന്ന് വളരട്ടെ, ഇപ്പം അത് കൊച്ചു കുട്ടിയാണല്ലോ, അപ്പോഴേ അതിൻ്റെ ഈ കൂട്ടുകാർ പിള്ളേരായിരുന്നാലും നിൻ്റെ അമ്മയല്ലേ ഇങ്ങനെ ലവന്മാരിട്ട് ഇങ്ങനെ അടിക്കണതും പൊക്കിയിട്ടിട്ട് അടിക്കണതും വാക്കല്ലാതെയൊക്കെ ഇട്ട് പിടിക്കണതെന്ന് പറഞ്ഞാൽ ആ കൊച്ച് സഹിക്കുമോ? അപ്പോഴും വന്ന് തിരിഞ്ഞ് ചോദിച്ചെന്നിരിക്കും. ഇനി നമുക്ക് കിച്ചുവിൻ്റെ ഒരു ഇത് കാണാം. കിച്ചു ഒരു ഷോർട്സ് ഇട്ടായിരുന്നു കിച്ചുവിൻ്റെ ചാനലിൽ. അപ്പോൾ അവൻ എവിടെയെങ്കിലും ഇല്ലായിരുന്നു, അവൻ എവിടെയൊക്കെ കറങ്ങാനങ്ങാണ്ടൊക്കെ പോയിട്ട് അവൻ ഉല്ലസിച്ച് ഇങ്ങനെ കാറിലിരുന്നും കൊണ്ട് അടിച്ച് എല്ലാം കണക്ക് തന്നെ. എവക്ക് പറ്റിയത് തന്നെയാണ്, എവളെ അതേ സ്വഭാവമാണ് അവനും. ഇത് പറയാതിരിക്കാൻ പറ്റൂല. ഇല്ലെങ്കിൽ അവൻ തന്നെ 22 വയസ്സായി, 22 വയസ്സാകണ്ടായെന്ന് പറഞ്ഞു. അവൻ പറയൂലേ, അമ്മ നിങ്ങൾ ഷോർട്ട് ഫിലിം ആയിരുന്നാലും ഇത് ആൽബം ആയിരുന്നാലും അമ്മ പൊയ്ക്കോ, അഭിനയിച്ചോ, അതിൻ്റേതായ രീതിക്ക് അഭിനയിച്ചു അമ്മ എന്ന് പറയണത് അതൊരു ബഹുമാനമാണ്. നിനക്ക് ഇതൊക്കെ കാണാൻ രസമായിരിക്കും, അപ്പം നമ്മൾക്കും കാണാം, അപ്പം പിന്നെ ബാക്കിയുള്ളവർക്കും കണ്ടൻ്റായി. രേണു നീ ചെയ്തോ, നീ അല്ലാതെ തന്നെ ചെയ്തോ, അമ്മക്കും കണ്ടൻ്റാണ്. പൂമ്പാറ്റ പരുന്തിനെ വേട്ടയാടും പുലിമാനൊരു പുലിയെ തീറ്റയാടുന്നതും കാതലിലല്ലേ നടപ്പൂ, അത് ആര് വന്ന് തടുപ്പൂ. പൂങ്കാറ്റ് കൊണ്ട് ഒരു തേക്ക് വീഴുന്നതും വണ്ടിൽ നിന്നും പൂന്തേനും മോന്തുന്നതും കാതലിലല്ലേ നടപ്പൂ, അത് ആര് വന്ന് തടുപ്പൂ. എണ്ണ കറുമ്പി നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മയങ്ങി തകരപാത്രം ഞാൻ തങ്കം പോലെ ഇന്ന് തിളങ്ങി. എണ്ണ കറുമ്പി നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മയങ്ങി. ആരും തടുക്കൂല, ആരും വന്ന് തടുക്കൂല. നിന്റെ അമ്മ പോണതിനെ പറ്റി ആയിരിക്കും പറയണത്. അമ്മയെ ഓരോരുത്തരും ഓരോന്ന് പറയണത്. രണ്ടാനമ്മ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കണത് അവൻ പറഞ്ഞ് വിലക്കൂല. അപ്പം അമ്മയെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, വെറും മോശമാണ് എന്നൊക്കെ പറയണത് പുള്ളിക്കാരന് എന്തോ അതിൻ്റെ ഒരു കുത്താണെന്ന് എനിക്ക് തോന്നണം. ഈ പാട്ട് കേട്ടിട്ട് ഒരു കുത്തുന്നുണ്ട് കേട്ടോ. തകരപാത്രം ഞാൻ തങ്കം പോലെ ഇന്ന് തിളങ്ങി എണ്ണ കറുമ്പി ഓഹോ നിന്റെ കണ്ണിൽ കുരുങ്ങി എണ്ണ കറുമ്പി. രണ്ടിന് മയങ്ങി നല്ല മയക്കമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരെ എവിടെയൊക്കെ കറങ്ങി അടിച്ച് വരെയാണ് കൂട്ടുകാരും ഒത്തു. ഇത് മയങ്ങിയിരുന്ന് പാടേണ്. ആദ്യം വീട്ടിൽ ചെന്നിട്ട് എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരെങ്കിലും എടുത്ത് രണ്ടാനമ്മ കാണിക്കുന്ന കൂത്തുകൾ ഇട്ട് തരാതിരിക്കൂല. അപ്പം അതിന് ചെന്ന് മറുപടി പറഞ്ഞോട്, ഇനി അങ്ങനെ ചെയ്യരുത്, അമ്മ അഭിനയിച്ചോ, ജനങ്ങൾക്ക് അങ്ങനെയുള്ള അഭിനയവും കാണാൻ ഇഷ്ടമാണ് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു. ആ തള്ള എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്. തള്ളയ്ക്ക് പിന്നെ കൂടുതൽ ഈ കെട്ടി മക്കളുമായിട്ട് കഴിയണ കുടുംബം തള്ള തകർക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു തള്ളയാണ്. പിന്നെ നമ്മളെ ദാസപ്പൻ വന്നിരുന്നും കൊണ്ട് പറയണായിട്ട് ഇതിനൊക്കെ ശേഷം രേണുവായിട്ട് അഭിനയിച്ചതിൽ ദാസപ്പൻ്റെ ഭാര്യ കളഞ്ഞിട്ട് എന്നും പറഞ്ഞൊക്കെ വന്നിരുന്നും കൊണ്ട് പറയുന്നു. പിന്നെ ഈ കോലങ്ങൾ കണ്ട ആരായാലും അങ്ങനെ അല്ല, അതിനപ്പുറം ഇട്ട് വീഡിയോ ചെയ്യും. കല്യാണം കഴിഞ്ഞ് ഫ്ലാറ്റിലോട്ട് പോകും. എന്റെ ജീവിതം നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിക്കും. അവനാണ് ആ കോഴിയെ കണക്കിരിക്കണോ.
ഇവനെന്നെ ഏറി കയറ്റും. ആ എന്നാ ഫ്ലാറ്റോ ആ മേടിക്കല്ലേടാ. ചേച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്കൊരു ഫ്ലാറ്റ് എടുത്താൽ കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞാൽ ഫ്ലാറ്റ് വാങ്ങിക്കും. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞെന്ന്. അതിന് എന്നേ നിന്റെ കൂടെയാണ്. കൊച്ചിയിൽ ഫ്ലാറ്റിലാണെന്നും അവളെ ഡ്രസ്സുകൾ അത്രയും നിന്റെ അടുത്തുണ്ടെന്നും അവൾ ഇടുന്ന അടിവസ്ത്രം വരെ ഉണ്ടെന്നൊക്കെ നിങ്ങളല്ലേ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞ. രേണു പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. കല്യാണം കഴിക്കണില്ല, ലിവിൻ ടുഗദറായിട്ട് കഴിയാനാണ് ഇഷ്ടം. ഇപ്പം ലിവിൻ ടുഗദർ ആണല്ലോ ഇവൻ്റെ കൂടെ. പിന്നെ ഫ്ലാറ്റിലാണെങ്കിൽ പിന്നെ പറയണ്ട. അത് നിങ്ങൾ വേറെ ഒരു അർത്ഥത്തിലും ചിന്തിക്കേണ്ട. ഞാനും അവനും അങ്ങനെയൊന്നുമില്ല. ഒരു റൂമിൽ 2 കട്ടിലിട്ടാണ് കിടക്കണത് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി. നിങ്ങൾ ഒരു കട്ടിലിൽ കിടക്കേ, ലിവിങ് ടുഗദറായിട്ട് കഴിയേ, എന്തെങ്കിലും ചെയ്യും. പിന്നെ നീ കല്യാണം കഴിക്കൂല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, അവൻ നിന്നെ നിലയ്ക്ക് നിർത്തും. കെട്ടണോ നിന്നെ നിലയ്ക്ക് നിർത്തും. അതുകൊണ്ട് നീ കല്യാണം കഴിക്കൂല. അതുകൊണ്ട് നീ ഇങ്ങനത്തെ കോഴികളോട് ആടി പൊക്കി എടുത്തിട്ട് നിന്നെ അമ്മാനാടി അവിടെ അടിച്ച് ഇവിടെ അടിച്ച് ഒക്കെ നടക്കും. അതാണ് നിനക്ക് ഇഷ്ടം. നിനക്ക് അതിനാണ് ഇഷ്ടം. അതുകൊണ്ട് കൂടുതലും നിനക്ക് ഈ സ്ത്രീകളെടുത്ത് ഒരു താല്പര്യവും രേണുവിനില്ല. ഒരു കൂട്ടുകെട്ടാവട്ടെ അങ്ങനെ വെക്കൂല. കൂടുതലും ഈ ആണുങ്ങളെ കാണുമ്പോൾ എന്തോ രേണു ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് ചെല്ലുകയാണ് ചെയ്യണത്. ശരീരം കൊണ്ട് അങ്ങ് ഒരുമാതിരി വൃത്തികെട്ട രീതിക്കാണ് രേണു കൊണ്ട് വെച്ച് ഉരയ്ക്കണത്. രേണു വേറെ മോശമാണ് കേട്ടാ. ഇതൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണം അങ്ങോട്ട് വരുമില്ല. അവൾ വിധവയാണ്, ജീവിച്ചോട്ടെ, അവൾക്ക് ഒരു ദിവസം എത്ര രൂപ വേണമെന്ന്. ഇങ്ങനെ വരുമാനം ഉണ്ടാക്കിയ തികയോടി ഇതിൻ്റെ ഒന്നും ഭേദം തീട്ടം വാരി തിന്ന്. ഇതാണ് നല്ലത്. ഇനി കുറച്ച് ഡാൻസ് കാണാം. ബോറടിക്കുന്നു. കുറച്ച് ഡാൻസ് കാണാം. അവിടെ ഡാൻസ് അല്ല, നമുക്ക് കുറച്ച് അവളെ പേക്കൂത്ത് കാണാം. കല്യാണം കഴിഞ്ഞ ഒറ്റ എണ്ണത്തിനും കുടുംബം ഇല്ലെന്നാണ് തോന്നണത്. ഈ പഴംപൊരി എന്നൊക്കെ പേരിട്ട് കേട്ടോ. പഴംപൊരി ദാസപ്പനും അതുപോലെ എന്തൊരു കൃതീശ എന്തര അവനും മറ്റേ ആ കാട്ടുകോഴി എല്ലാ എണ്ണം കോഴികളെന്നെ. യവന്മാർക്ക് ഒറ്റ എണ്ണത്തിനും കുടുംബം ഇല്ലെന്ന് തോന്നണം. യവക്കും അതുപോലെ തന്നെ. അവളെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഇരുന്നും കൊണ്ട് പറഞ്ഞു വിടും, നീ പോയി പണം കൊണ്ടുപാടി. എൻ്റെ മോള് മിടിക്കുകയാണ് പറയണേക്കണം. എൻ്റെ മോള് മിടിക്കുകയാണ്. എന്തെന്ന് ചോദിക്കുമ്പോൾ കുന്തെന്ന് പറയും. നല്ല അമ്മച്ചി എന്നെ എന്തരായാലും എന്തെന്ന് ചോദിക്കുമ്പോൾ കുന്തെന്ന് പറയണം. അത് നമുക്ക് അടുത്തത് കാണാം. എല്ലാം മൂട് കറക്കി കളിയാണ്. മൂടാട്ടം ഇല്ലാത്ത ഒരു കളിയും ഇല്ല. നമുക്ക് അടുത്ത മൂട് കറക്കി കളിയൊന്ന് കാണാം. ചെന്തരൊക്കെ കാണിക്കണ എന്തോ. മൂടില്ലെങ്കിലും ഉള്ളതിനായിട്ട് കറക്കുകയാണ്. ഇപ്പം ഇവള് എന്തൊക്കെ കോലങ്ങൾ വേണമെങ്കിലും തൊള്ളും. ഇതാ അടുത്തത്. ശരീരം എന്താണെന്ന് അറിയാൻ വയ്യ. ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ശരീരത്തിൽ ഡ്രസ്സ്. അടുത്തത് അത് എല്ലാം അങ്ങോട്ട് മൂട് തിരിഞ്ഞ് നിന്നിട്ടാണ് കറങ്ങണത്. ഇതിനാണ് അവൾക്ക് പണം വേണമെന്ന് പറഞ്ഞ. വിധവ കാണിക്കണ കോലം കണ്ടില്ലേ? വിധവ. നിങ്ങൾ കൊടുക്കോ ഈ വിധവയ്ക്ക് പണം? നിങ്ങളൊക്കെ കൊടുക്കോ വിധവയ്ക്ക്? നാണം കെട്ടോളൂ. ഇനിയും ഉണ്ട് ഒരുപാട് കുൽസിതങ്ങൾ. ഇന്നിനിയിപ്പോൾ ഇത്രയും മതി. ഇനി നാളെ നമുക്ക് അടുത്ത കുൽസിതം കാണാം. അപ്പം ഇതൊക്കെയാണ് രേണു കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ. ഇതെല്ലാം കണ്ടിട്ട് പറയും, അയ്യോ പാവം, ജീവിച്ചോട്ടേ. അതുകൊണ്ട് നിങ്ങളാരും വീഡിയോ ചെയ്യണവരാരും വിട്ടുകൊടുക്കരുത്. നീ നെഗറ്റീവ് കമൻറ്റ് കിട്ടി നിന്നെ പണ്ടാരടങ്ങി നീ നശിച്ചു പോവേ ഉള്ളൂ. ഈ ആളുകൾ നിന്നെ വേറെ ഇതായിട്ടാണ് നിന്നെ കാണുന്നത്. നിനക്കിനി എവിടെയൊക്കെ പോകണ്ടേ? ദുബായിലോ എവിടെയൊക്കെ നീ പോകണ്ട? ബഹ്റൈനിലോ? അടുത്ത വാറുദ്ഘാടനത്തിന് എന്തൊരു ചെമ്പരത്തിയില്ല എവിടെയൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയണം അവിടെയൊക്കെ എന്തൊരു യുദ്ധം നടക്കണ്. എൻ്റെ ഈശോയെ പറയണിരുന്നുണ്ട്, എൻ്റെ ഈശോയെ യുദ്ധം പെട്ടെന്ന് കുറയ്ക്കണേ, എനിക്ക് അവിടെ പോവാനുള്ളതാണ്. രാത്രിയുടെ മറവിൽ വിധവ കാണിച്ചത് കണ്ടല്ലോ. ഇതൊക്കെയാണ് വിധവയുടെ കോപ്രായത്തരങ്ങൾ.